ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020-2025. ഞാൻ പാർവതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ന്യൂസിലും എല്ലായിടത്തും നമ്മൾ കണ്ടു നിമിഷപ്രിയയുടെ വിഷയം. ഇന്ന് ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ വിധിക്കേണ്ടത് ഇന്നായിരുന്നു നടപ്പിലാക്കേണ്ടത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ നിരന്തരമായിട്ട് പരിശ്രമത്തിന്റെ ഫലമായിട്ട് വധശിക്ഷ തൽക്കാലമായിട്ട് നീട്ടി വെച്ചിരിക്കുന്നതായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് അറിയത്തില്ലായിരിക്കും, കുറച്ച് പേർക്ക് എനിക്ക് നേരത്തെ തോന്നിയ സംശയമാണ്, എന്തിനാണ് നമ്മൾ നിമിഷപ്രിയയെ സഹായിക്കുന്നത്. നിമിഷപ്രിയയുടെ കേസ് നമ്മൾ കേൾക്കുന്നത് ഒരു യമൻ പൗരനെ, അതായത് അവിടെ പരാതിയിൽ പറയുന്നു തന്റെ ജീവിത പങ്കാളിയായ യമൻ പൗരനെ കൊലപ്പെടുത്തിയത് മാത്രമല്ല അത് പല പല പീസുകളായിട്ട് വെട്ടിഞ്ഞുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്നുള്ള ഒരു കുറ്റമാണ് നിമിഷപ്രിയയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ രക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ സാധാരണ ഒരു സംശയമായിട്ടാണ്. അപ്പം അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ നിമിഷപ്രിയയുടെ ഈ സംഭവം നടക്കുന്ന യമനിലാണ്. യമൻ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മുടെ ഇവിടുത്തെ രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു സാധാരണമായുള്ള ഒരു രാജ്യമൊന്നും അല്ല. തികച്ചും അവിടെ അതൊരു മുസ്ലിം രാജ്യമാണ്. അവിടെ രണ്ട് രീതിയിലുള്ള രാജഭരണമാണ് നടക്കുന്നത്. യമന് പ്രത്യേകമായിട്ടുള്ള ഒരു രാജഭരണവും പ്രസിഡന്റും അവിടുത്തെ നിയമങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ആ രാജ്യത്തിന്റെ അകത്ത് തന്നെ വേറൊരു രാജ്യഭരണം കൂടെയുണ്ട്. അതാണ് യമനിലെ പ്രത്യേകത. ഈ നിമിഷപ്രിയയുടെ കേസിൽ പറയുകയാണെങ്കിൽ നിമിഷപ്രിയയെ തടങ്കിലാക്കിയേക്കുന്നത് യമൻ ഭരണകൂടമല്ല. അത് കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തന്നെ രണ്ട് രാജ്യങ്ങളാണ് യമനിൽ ഉള്ളത്. ഇപ്പൊ നിമിഷപ്രിയയെ തടങ്കിലാക്കിയിരിക്കുന്ന ഹൂത്തി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ ഹൂത്തി വിഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് യമനിൽ തന്നെയുള്ള ഒരു ആ രാജ്യത്ത് തന്നെയുള്ള ഒരു ഭരണഘടനയാണ്. പക്ഷേ ഈ അമേരിക്കൻ ലിസ്റ്റ് പ്രകാരം ഹൂത്തികളെ അവർ ഭീകര സംഘടനാ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് കാരണം അവരുമായിട്ട് നമ്മളൊരു സന്ദേശം കൈമാറാനോ ഹൂത്തികളുമായിട്ട് ഒരു സന്ദേശം കൈമാറാനോ സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ച നടത്താനോ നമുക്ക് നമ്മുടെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ്. നമുക്കൊന്നും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അമേരിക്കൻ ലിസ്റ്റിന് ഭീകര സംഘടനയായിട്ടാണ്. അത് മാത്രമല്ല സൗദി അറേബ്യ അടക്കം അവർക്ക് എതിരാണ്. അതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണെങ്കിൽ പോലും അത് നമ്മുടെ കേന്ദ്രം ഇടപെട്ട് സൗദി സൗദിയിലെ ഇന്ത്യൻ എംബസിയായിട്ട് ഇടപെട്ടിട്ട് നമ്മൾ കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് അത് ബ്ലഡ് മണി എന്ന് പറയും. ആ ബ്ലഡ് മണി നമ്മൾ ഈ തലാലിന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അതവിടെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ 40 കോടിയോട് അടുത്തുള്ള തുക കൈമാറിയിട്ടുണ്ട്. പക്ഷെ അത് യമൻ ഭരണകൂടമായിരുന്നെങ്കിൽ നമുക്ക് അതെന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ സാഹചര്യം അങ്ങനെയല്ല. അതങ്ങനെ ചെയ്തിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇവരുടെ പാസ്പോർട്ട് അപഹരിക്കുകയും പിന്നെ ഇവരുടെ നാട്ടിൽ നേരത്തെ വരികയും ഇവരുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഹസ്ബൻഡിന്റെയും ഇവരുടെയും വിവാഹ ഫോട്ടോകൾ എടുത്തുകൊണ്ട് പോവുകയും അത് വെച്ച് എഡിറ്റ് ചെയ്ത് ഇത് തന്നെയും നിമിഷപ്രിയയുടെ, അതായത് തലാലിന്റെ നിമിഷപ്രിയയുടെയും വിവാഹം കഴിഞ്ഞതാക്കി മാറ്റുകയും നിമിഷപ്രിയയാൽ കെട്ടിപ്പടുത്തുയർത്തിയ ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു യമനില്. അതിൽ ഭർത്താവായ തനിക്ക് അവകാശമുണ്ടെന്നും വാദിക്കുകയും പിന്നെ അതിൽ തന്റെ ഭാര്യ ആണ് നിമിഷപ്രിയ, അതിന് നാട്ടിൽ പോയപ്പോൾ തങ്ങൾ വിവാഹം കഴിച്ചെന്നും അതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും അതിലൂടെ നിമിഷപ്രിയയുടെ സ്വത്തിന്റെ എല്ലാ അവകാശങ്ങളും ഈ തലാല അപഹരിക്കുകയും മാത്രമല്ല ഇവരെ ശാരീരികമായും മാനസികമായും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ അവസാനം ഗതി കെട്ടിട്ട് ഒരു സുഹൃത്തിന്റെ ഉപദേശപ്രകാരം ഇദ്ദേഹത്തെ മയക്കി കടത്തിയിട്ട് മയക്കുമരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാമെന്നായിരുന്നു ഈ നിമിഷപ്രിയയുടെ ധാരണ. പക്ഷെ ഇയാള് സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് അത് ഫലപ്രാപ്തിയായില്ല. അപ്രതീക്ഷിതവശാൽ അയാൾ മരണപ്പെടുകയുണ്ടായി. പിന്നെ ഈ ഒരു വെപ്രാളത്തിന് എന്ത് ചെയ്യണം, മരണം പെട്ടെന്ന് പുറത്തറിയാലോ എന്ന് വിചാരിച്ചിട്ട്
അവര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ആ കാട്ടിക്കൂട്ടലിന്റെ ഒരു ഭാഗമായിട്ട് ഇത് കഷ്ണങ്ങളായിട്ട് വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയും സ്വാഭാവികമായിട്ട് കുറച്ച് നാൾക്ക് ശേഷം അതിൽ നിന്ന് സ്മെല്ല് വരികയും അപ്പോൾ അയൽവാസികൾ അത് തിരക്കുകയും ചെയ്തു. നമ്മുടെ ഇവിടെ പോലെ മറവ് ചെയ്യാനോ പെട്ടെന്നൊന്നും കുഴിച്ചിടാനോ ഒന്നും പറ്റത്തില്ല. നമുക്കറിയാം അവിടെ ഒന്നും പറമ്പുകളൊന്നുമില്ല, ഭൂരിഭാഗം കെട്ടിടങ്ങളായിരിക്കും. അപ്പോൾ ആ വെപ്രാളത്തിൽ കാട്ടിക്കൂട്ടിയ കുറച്ച് പറ്റിപ്പോയതാണ് എന്നാണ് നിമിഷപ്രിയയുടെ വാദം. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഈ യമൻ പോലുള്ള ഒരു രാജ്യമാണ്, സാധാരണ രാജ്യമല്ല, ഭീകര സംഘടനയുടെ പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്, യുദ്ധമൊക്കെയാണ്. അപ്പൊ അത് എത്രത്തോളം സത്യമുണ്ട്, നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നും നമുക്കറിയത്തില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു IPC സെക്ഷൻ ഒന്നും അല്ല അവിടെ. അതുകൊണ്ടാണ് നമ്മൾക്ക് നിമിഷപ്രിയ നാട്ടിൽ കൊണ്ടുവരണമെന്നും വധശിക്ഷ ഒഴിവാക്കണമെന്നും നമ്മൾ പറയുന്നത്. കാരണം മരിച്ചത് തലാൽ എന്ന് പറഞ്ഞ ഒരാള് യമൻ പൗരനാണ്. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. നമ്മുടെ ഒരു ഭാഗം കേൾക്കാനൊന്നും ചിലപ്പം കൂട്ടാകിന്ന് വരത്തില്ല. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ നിമിഷപ്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കളക്ട് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ഒരു സ്ത്രീയെ നമ്മൾ എന്തിനാണ് രക്ഷിക്കുന്നതെന്ന്. ഇതൊക്കെ കൊണ്ടാണ്. കാരണം നമ്മുടെ രാജ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വേറെ രാജ്യത്ത് ഒരു വിലയുമില്ല. അവർ പറയുന്നതാണ് ന്യായം. അപ്പം നിമിഷപ്രിയ എന്തുമാത്രം മാനസികമായിട്ട് വെല്ലുവിളികൾ നേരിട്ടെന്നും നമുക്കറിയത്തില്ല. അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ ചെയ്തായിരിക്കണം. നാട്ടിൽ നമുക്കറിയാം, നാട്ടിലൊരു കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി വിദേശത്ത് വന്നിട്ട് ഒരു ഭർത്താവുമായിട്ട് ജീവിക്കാന്നൊക്കെ മറ്റുള്ളവര് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു സ്ത്രീക്കുണ്ടാക്കുന്ന മാനസിക വിഷമമൊക്കെ നമുക്ക് അറിയാം. പിന്നെ അത് മാത്രമല്ല, ശാരീരികമായിട്ട് നമ്മളെ മുതലെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഭീഷണിപ്പെടുത്തുക, മർദ്ദിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കതൊരു വളരെ വലിയ ഒരു ആഘാതമാണ്. ആ ആഘാതത്തിലായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നമുക്കറിയില്ല അവരെന്തുമാത്രം മാനസികമായിട്ടും ശരീരമായിട്ടും മുറിവേൽപ്പിച്ചിട്ടുണ്ട്, തലാൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്താ അതിന്റെ പശ്ചാത്തലത്തിൽ ചെയ്തതായിരിക്കണം. പിന്നെ പശ്ചാത്തലം വേറെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ യമൻ ആയതുകൊണ്ടും, യമൻ ഒരു ഭീകര സംഘടനയിൽ, അതായത് സന ഉൾപ്പെടുന്നത് ഒരു ഭീകര സംഘടനയുടെ ഒരു രാജ്യത്തിന്റെ ഇതിലാണ് അവർ അറസ്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇതിനകത്ത് നമ്മൾ കാര്യമായിട്ട് ഇടപെടുന്നത്. അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. യമൻ ഭരണകൂടം നേരിട്ടാണ് നിമിഷപ്രിയ അറസ്റ്റ് ആക്കിയെങ്കിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഈ സാഹചര്യം ഇവിടെ അങ്ങനെയല്ല. ഇതൊരു ഭീകര സംഘടനയുടെ ഒരു അണ്ടറിൽ വന്നതായതുകൊണ്ട് ശരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, നമ്മൾ മാക്സിമം ശ്രമിച്ചു, കേന്ദ്രവും അതുപോലെ തന്നെ ശ്രമിച്ചു. പക്ഷെ നമുക്ക് പരിധികളുണ്ടായിരുന്നു, അതാണ് സത്യം. പിന്നെ അവസാനം ഇപ്പം നമുക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല, വധശിക്ഷയുടെ തീയതി നീട്ടിവെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അതിന് കാരണമായത് വേറെ ആരുമല്ല, എല്ലാവരും ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം, അത് സാധിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാന്തപുരം ഇതിനകത്ത് ഇടപെടുന്നത്. കാന്തപുരം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടത്ര പരിചയമില്ലാത്തവരാണ് നമ്മുടെ ഇവിടെ ഉള്ളവർ. അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണ്. യമനുമായിട്ട് അവിടുത്തെ ഉള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബന്ധങ്ങളുണ്ട്. ആ ഇടപെടലിലൂടെയാണ് നമുക്കിപ്പോൾ അതുപോലുള്ള ചർച്ചകളിലൂടെയാണ് നമുക്കിപ്പം ആശ്വാസകരം നൽകിയിട്ടിരിക്കുന്നത്. അപ്പം